വൺ വീക്ക് ഫ്രണ്ട്സ് എന്ന 2017 റിലീസായ ജാപ്പനീസ് കഥയാണ് ഇന്ന് നമ്മൾ മൂവി കാണാൻ പോകുന്നത്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായകനായ യൂക്കിയെ കാണിച്ചുകൊണ്ടാണ്. യൂക്കി ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിയാണ്. അവനിപ്പോ സ്കൂൾ ലൈബ്രറിയിൽ ബുക്ക് നോക്കി നടന്നു വരികയാണ്. കൂട്ടത്തിൽ എന്തൊക്കെയോ എഴുതുന്നുമുണ്ട്. ആ സമയത്താണ് തറയിൽ കിടന്ന് ഒരു കാർഡ് അവന് ലഭിക്കുന്നത്. അത് അവിടുത്തെ തന്നെ ഒരു വിദ്യാർത്ഥിയായിരുന്ന മിയയുടെ കാർഡാണ് എന്നത് അതിൽ എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ അവന് മനസ്സിലാവുന്നു. വേഗം തന്നെ അവിടെ ഇരുന്ന് തന്റെ സുഹൃത്ത് ഷോഗോയുടെ അടുത്ത് ആ കാർഡ് കാണിച്ചിട്ട് ഇത് ഏതോ സുന്ദരി പെണ്ണിന്റെ കാർഡായിരിക്കും അല്ലേടാന്നൊക്കെ യൂക്കി പറയുന്നുണ്ടായിരുന്നു. കൂടാതെ ആ കാർഡിൽ നിന്ന് വളരെ മനോഹരമായ ഒരു സുഗന്ധം വരുന്നത് മനസ്സിലാക്കുന്നവൻ അതിങ്ങനെ സ്മെല്ല് ചെയ്ത് നിൽക്കുമ്പോഴാണ് അത് കണ്ട് വല്ലാത്തൊരു ഭാവത്തിൽ ഒരു പെൺകുട്ടി അവനെ നോക്കി നിൽക്കുന്നത് കാണുന്നത്. അത് മറ്റാരുമല്ല, ആ കാർഡിന്റെ ഉടമയായ മിയയാണ്. ഇതുപോലെ ഒരു കാർഡ് ഇങ്ങനെ മണത്ത് നിൽക്കുന്ന അവനെ കണ്ട് ഇവൻ ആളത്ര വെടിപ്പല്ല എന്ന് തോന്നല്ലോ എന്നൊരു രീതിയിലായിരുന്നു അവൾ ആ കാർഡ് അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത്. അന്നാകട്ടെ ഇവരുടെ ഈ ഒരു അക്കാഡമിക് ഇയർ അവസാനിക്കുന്ന ദിവസവുമാണ്. അവൻ പിന്നീട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി മെട്രോയിൽ കയറുന്നു. അതേ മെട്രോയിൽ തന്നെ മിയയും ഉണ്ടായിരുന്നെങ്കിലും രണ്ടുപേരും പരസ്പരം കണ്ടിരുന്നില്ല. യാത്രക്കിടയിൽ എപ്പോഴോ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്ന യൂക്കി പെട്ടെന്ന് ഞെട്ടി ഉണരുമ്പോ അവൻ ഇറങ്ങാനുള്ള സ്റ്റേഷനായി എന്ന് കാണുന്നവൻ വെപ്രാളത്തിൽ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്ന ടീം മുന്നേ ലൈബ്രറിയിൽ നിന്ന് വായിക്കാനായി എടുത്തിരുന്ന ബുക്ക് അവൻ ട്രെയിനിൽ മിസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാതെ ഇറങ്ങിയ അവനെ അപ്പോഴാണ് മിയ ശ്രദ്ധിക്കുന്നത്. വേഗം തന്നെ അവൻ ഇരുന്ന സീറ്റിലുണ്ടായിരുന്ന ബുക്ക് എടുത്ത് അവൾ വേഗം തന്നെ അവൻ എറിഞ്ഞു കൊടുക്കുന്നു. അപ്പോഴാണ് സത്യം പറഞ്ഞ അവൻ ആ ബുക്ക് മിസ്സായ കാര്യം കാണുന്നത്. അവനത് ഒരുപാട് സന്തോഷമാവുന്നു. വേഗം ട്രെയിൻ മൂവ് ആയെങ്കിലും അവൻ അതിന്റെ പിറകെ ഓടി അവളോട് താങ്ക്സ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ ആ ഒരു സമയം അവൻ അവളെ വല്ലാണ്ടങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം. അങ്ങനെ കുറച്ചു ദിവസത്തെ വെക്കേഷൻ കഴിഞ്ഞ് വീണ്ടും അടുത്ത അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ആവുന്നു. ഇത്തവണ ക്ലാസ് ഷഫിൾ ചെയ്തപ്പോ തന്റെ ഫ്രണ്ട്സ് തന്നോടൊപ്പം ഒരു ക്ലാസ്സിലാണ് എന്ന് കാണുമ്പോൾ യൂക്കിക്ക് സന്തോഷമായെങ്കിലും ആ സന്തോഷത്തെക്കാൾ കൂടുതൽ അവന് സന്തോഷമായത് മിയ തന്റെ ക്ലാസ്സിലേക്ക് ഷഫിളായി വന്നിട്ടുണ്ട് എന്ന കാര്യം അറിയുമ്പോഴാണ്. അവൻ ഭയങ്കര ഹാപ്പി ആവുന്നു. ക്ലാസ്സിലേക്ക് വേഗം ചെന്ന് അവിടെ ഉണ്ടായിരുന്നവളെ ഒന്ന് സംസാരിച്ച് മുന്നത്തെ പരിചയം ഒന്ന് പുതുക്കിയെടുക്കാന്ന് വിചാരിക്കുമ്പോഴേക്കും ടീച്ചർ എത്തുന്നത് കൊണ്ട് തന്നെ അപ്പോ സംസാരം നടക്കുന്നില്ല. അങ്ങനെ ക്ലാസ് തീർന്ന ശേഷം ഇന്റർവെൽ ടൈമിൽ അവളോട് സംസാരിക്കാനായി അവൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ ഓർമ്മയില്ലേ ട്രെയിനിൽ വെച്ച് ബുക്ക് തന്ന എന്നൊക്കെ അവളിങ്ങനെ ഓർത്തെടുക്കാനായി അവൻ പറയുന്ന ടീം അവൾക്ക് യാതൊരുവിധ ഓർമ്മയില്ലാത്ത രീതിയിലാണ് അവൾ നിൽക്കുന്നത്. മൈൻഡ് ആക്കാതെ പോവുകയും ചെയ്യുന്നു. അത് അവനെ വല്ലാതെ സങ്കടപ്പെടുത്തിയെങ്കിലും അന്ന് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി അവൾ നിൽക്കുമ്പോൾ അവിടേക്കും ചെന്നവൻ സംസാരിക്കുന്നുണ്ട്. നമുക്ക് ഫ്രണ്ട്സ് ആകാം എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ ഒരു മൈൻഡും കൊടുക്കാതെ അവൾ അവിടെ നിന്ന് പോകുന്നു. ഇവളെന്താ ഇങ്ങനെ എന്നൊരു രീതിയാണ് അവന് തോന്നുന്നത്. എന്തായാലും അവൻ അങ്ങനെ പിന്മാറാൻ തയ്യാറല്ല. അവളെ പിന്തുടർന്ന് നടക്കുന്നവൻ റൂഫ് ടോപ്പിലേക്ക് അവൾ പോകുന്നത് കണ്ട് അവിടെയും അവളെ പിന്തുടർന്നെത്തുന്നു. പക്ഷെ അവിടെ എത്തുമ്പോഴാട്ടെ അവൾ വല്ലാണ്ട് ദേഷ്യപ്പെടാണ്. എന്തിനാ എന്നെ ഫോളോ ചെയ്ത് നടക്കുന്നത് ഇങ്ങനെ, എനിക്കത് ഇഷ്ടമല്ല എന്നെല്ലാം അവൾ പറയുമ്പോൾ ഫ്രണ്ട് ആകണമെന്ന് അവൻ പറയുന്നുണ്ട്. ഇവർക്കിടയിൽ മുൻപരിചയം ഉണ്ടായിരുന്നത് കൊണ്ട് ആ രീതിയിൽ അവൻ സംസാരിക്കാൻ നോക്കുമ്പോൾ ഇഷ്ടമില്ലാതെ ദേഷ്യപ്പെടുന്ന അവളുടെ കൈ തട്ടി അവന്റെ ലഞ്ച് ബോക്സ് താഴെ വീണിട്ടുണ്ടായിരുന്നു. അത് അവൾക്ക് വല്ലാതെ ഒരു സങ്കടമായതുകൊണ്ട് അവന് വേണ്ടി ലഞ്ച് ഷെയർ ചെയ്ത് കഴിക്കുന്നുണ്ട്. ആ സമയത്താണ് അവൻ ചില കാര്യങ്ങൾ അറിയുന്നത്. ഇവനെന്ന് ആദ്യമായി അവളെ ലൈബ്രറിയിൽ കാർഡ് മിസ്സായ ആ ഒരു ഇൻസിഡന്റിന്റെ സമയത്താണ് കാണുന്നതെങ്കിലും അവൾ അതിന് കുറച്ചു നാള് മുന്നേ ഈ സ്കൂളിൽ പഠിക്കാനായി വന്ന് ചേർന്ന ഒരു പെൺകുട്ടിയായിരുന്നു. എന്തായാലും വന്ന ആ നാള് മുതൽ അവൾക്ക് ഇവിടെ എങ്ങനെ ഫ്രണ്ട്സ് ഒന്നുമില്ല. എപ്പോഴും ഒറ്റയ്ക്ക് നടക്കാനും ഒറ്റപ്പെട്ടിരിക്കാനും ഒക്കെ അവൾ അവളുടെ കമ്പനി തന്നെ എൻജോയ് ചെയ്യുന്ന രീതിയിൽ ആയിരുന്നു അവളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് അവന് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും ഇപ്പോഴും അവന്റെ ഫ്രണ്ട് ആകാമെന്ന് അവൾ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും അവൻ അവളുടെ പിറകെ തന്നെയാണ്. ഇത് അവരുടെ ക്ലാസ് ടീച്ചർ ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂക്കിയെ സംസാരിക്കാനായി ടീച്ചർ വിളിപ്പിക്കുന്നു. ഒരിക്കൽ മിയയ്ക്ക് വന്നിട്ടുണ്ടായിരുന്ന അപകടം മൂലം അവൾക്ക് ഓർമ്മകൾ നഷ്ടപ്പെട്ടു എന്നും കൂടാതെ മുന്നോട്ട് അവൾക്ക് വരുന്ന ഓർമ്മകൾക്ക് ഏതാണ്ട് ഒരാഴ്ചയെ ആയുസുള്ളൂവെന്നും ആ ഒരാഴ്ച കഴിയുമ്പോൾ അവൾ അതുവരെ നടന്ന കാര്യങ്ങൾ വീണ്ടും മറന്ന് ഫ്രഷ് ആയിട്ടാണ് അവളുടെ മെമ്മറി സ്റ്റാർട്ട് ചെയ്യുന്നതുമെന്നുമാണ്. അവൾക്ക് പേരൻസിനെ മാത്രമേ ഓർമ്മയുള്ളൂ. ബാക്കി കാര്യങ്ങളും ആളുകളും ഒക്കെ അവളുടെ ഓർമ്മയിൽ നിന്ന് ഒരാഴ്ചയ്ക്ക് ശേഷമായും. അതുകൊണ്ടായിരിക്കാം നിന്നെ അവൾക്ക് തീരെ ഓർമ്മയില്ലാത്തത് എന്നെല്ലാം ടീച്ചർ യൂക്കിയോട് പറയുന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു കാര്യം യൂക്കിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. പക്ഷെ പിന്നീടുള്ള അവന്റെ അനുഭവം അതാണ് സത്യമെന്ന് അവനെ ബോധ്യപ്പെടുത്തുന്നു. കാരണം ഓരോ ആഴ്ച പിന്നിടുമ്പോഴും മുന്നേ അവൻ പറഞ്ഞതും ചെയ്തതുമായ ഒരു കാര്യങ്ങളും ഓർമ്മയില്ലാതെയാണ് അവൾ ബിഹേവ് ചെയ്യുന്നത്. ആദ്യം അവനെ ഇത് അമ്പരപ്പിച്ചു. എങ്ങനെ ഇങ്ങനെ ഒരു പെൺകുട്ടിയുമായി കൂട്ടുകൂടാൻ തനിക്ക് സാധിക്കും? കാരണം ഓരോ ആഴ്ചയും അവൾ തന്നെ മറക്കുകയാണല്ലോ എന്നവന് ടെൻഷൻ ആയിരുന്നുവെങ്കിലും അങ്ങനെ വിട്ടുകൊടുക്കാൻ മനസ്സിലാതെ എങ്ങനെയും അവളുടെ ഫ്രണ്ട്ഷിപ്പ് നേടിയെടുക്കണം എന്നൊരൊറ്റ ചിന്തയെ അവന് പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ. അതിനായിട്ട് അവൻ ഒരു വഴി കണ്ടുപിടിക്കുന്നു. അവൾക്കൊരു ഡയറി കൊണ്ട് കൊടുക്കുന്ന അവൻ ഡയറിയിൽ ഓരോ ദിവസത്തെയും കാര്യങ്ങൾ എഴുതണമെന്നും ഒരാഴ്ച
ഒരാഴ്ചയ്ക്ക് ശേഷം ആ ഡയറി കൈമാറി നമുക്ക് വായിക്കാമെന്നും അങ്ങനെ ഒന്നും മറക്കാതെ എല്ലാ കാര്യങ്ങളും ഓർത്ത് നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അപ്പോഴും അവനെ ഒരു ഫ്രണ്ടായി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവാത്ത അവൾ ആ ഡയറി ഒന്നും ഞാൻ എഴുതില്ല എന്ന ഭാവത്തിലിരിക്കുകയാണ്. പക്ഷെ അവൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്ത് അതവിടെ വെച്ചിട്ട് പോകുമ്പോൾ ആദ്യം അത് ഇഗ്നോർ ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിലും പിന്നീട് അവളുടെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം. അതുകൊണ്ട് തന്നെ അന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുന്ന അവൾ ആ ഒരു ഡയറി തുറന്ന് നോക്കുമ്പോൾ അവൻ അതിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന വണ്ണം അവനെ പറ്റി എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. സത്യം പറഞ്ഞതൊക്കെ വായിക്കുമ്പോൾ നല്ല കോമഡിയായി അവളെ രസിപ്പിക്കുന്ന രീതിയിലായിരുന്നു എഴുതിയിരുന്നത്. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോകാനായി അമ്മ വന്നപ്പോ അവൾ അമ്മയുടെ കൂടെ നടന്നു പോകുന്ന സമയം ഈ ഡയറിയുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം അത് വളരെ രസകരമാണെന്നും സ്കൂളിൽ വെച്ച് താനും തന്റെ സുഹൃത്തുക്കളുമായി ചേർന്ന് ഇതുപോലൊക്കെ ഡയറി എഴുതി കൈമാറിയിട്ടുണ്ടെന്നും അമ്മ അവളെ പ്രോത്സാഹിപ്പിക്കുന്നു. അങ്ങനെ സംസാരിച്ച് നടന്നു പോകുമ്പോൾ ഒരു പെൺകുട്ടി മിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൾ മറ്റൊരു സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്, അതായത് മിയ മുന്നേ പഠിച്ച സ്കൂളിലെ. അവളുടെ പേര് മായു എന്നാണ്. മായു മിയെ കണ്ട് സംസാരിക്കാനായി വരുമ്പോൾ മിയയ്ക്ക് അവളുടെ ഒരു ഓർമ്മയും ഇല്ലാത്തത് കൊണ്ട് അതിൽ ഇടപെട്ട അമ്മ എന്നാ ശരി ഞങ്ങൾ പോട്ടെ, ഇത്തിരി തിരക്കുണ്ടെന്ന് പറഞ്ഞ് കാര്യമായ സംസാരം അവിടെ നടത്തിക്കാതെ മിയെ കൂട്ടിക്കൊണ്ടു പോകുന്നു. മിയയ്ക്ക് ഇങ്ങനെ ഒരു മെമ്മറി ലോസിന്റെ ഇഷ്യൂ ഉള്ള കാര്യം മായുവിന് അറിയുകയുമില്ല. അത്രയും നല്ല ഫ്രണ്ട് ആയിരുന്ന തന്നെ എന്തുകൊണ്ടാണ് മിയ ഇങ്ങനെ ഇഗ്നോർ ചെയ്ത് പോകുന്നത് എന്ന ആ ഒരു അമ്പരപ്പായിരുന്നു മായുവിന്റെ മുഖത്തുണ്ടായിരുന്നത്. അന്നങ്ങട്ടെ വീട്ടിലെത്തിക്കഴിഞ്ഞ് ആ ഡയറിയിൽ എന്തൊക്കെയോ കുത്തി കുറിക്കുന്നുണ്ട് മിയ. അവൾക്ക് അതിലൊന്നും എഴുതാതെ അത് കൊടുക്കാൻ മനസ്സ് വന്നിരുന്നില്ല. ഇതേ സമയം അച്ഛനോട് അവൾ ഡയറി എഴുതുന്ന കാര്യത്തെ പറ്റി അമ്മ ഡിസ്കസ് ചെയ്യായിരുന്നു. കാരണം ഇവൾക്ക് ആക്സിഡന്റിൽ ഓർമ്മകൾ നഷ്ടപ്പെട്ടെങ്കിലും പിന്നീട് വരുന്ന ഓർമ്മകൾ ആക്സിഡന്റിന് ശേഷം നടന്ന ട്രോമകൾ മൂലമാണ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ അവൾക്ക് വന്നിരിക്കുന്നത് എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് മിയക്ക് ഇനിയും മനസ്സിനെ മുറിപ്പെടുത്തുന്ന ടൈപ്പ് എന്തെങ്കിലും അനുഭവങ്ങൾ മറ്റുള്ളവരിൽ നിന്നുണ്ടായാൽ അത് അവളുടെ ഹെൽത്തിനെ വല്ലാണ്ട് ബാധിക്കും എന്ന് ഡോക്ടർ പറഞ്ഞ കാര്യം കൊണ്ട് അവൾ വീട്ടിലുള്ളവരോടല്ലാതെ പുറത്തുള്ള ആളുകളോട് വലുതായി അടുക്കുന്നതിനോടോ ഇനി ഫ്യൂച്ചറിൽ അടുപ്പം കാരണം അവരിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവങ്ങൾ അവൾക്ക് നേരിടേണ്ടി വരുന്നതിനെ കുറിച്ചൊക്കെ തന്നെ വല്ലാണ്ട് അമ്മയ്ക്ക് പേടിയുണ്ട്. അതുകൊണ്ട് അച്ഛനുമായി ഈ കാര്യത്തെ പറ്റി സംസാരിച്ച ശേഷം അമ്മ മുറിയിലെത്തി അവളോട് ഈ ഡയറി എഴുത്ത് പരിപാടിയൊന്നും ഇവിടെ വേണ്ട, ഇതൊക്കെ നിർത്തിയേക്ക് എന്നൊരു താക്കീത് കൊടുക്കുന്നു. അവളുടെ ഹെൽത്തിന്റെ കാര്യങ്ങളൊക്കെ അവളോട് പറഞ്ഞു തന്നെയാണ് അമ്മ ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം ക്ലാസ്സിലെത്തുന്നവൾ റൂഫ് ടോപ്പിൽ വെച്ച് യുകിയെ കാണുന്ന ടീം ആ ഡയറി അവനെ തിരിച്ചു കൊടുത്തിട്ട് എന്റെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാ, ഞാൻ ഇന്ന് കാണുന്നവരെ അടുത്ത ദിവസം മറന്നെന്നിരിക്കും. അതുകൊണ്ട് ഇതിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവന്ന് എനിക്കാരെയും വിഷമിപ്പിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് വെറുതെ വിട്ടേക്ക്, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് പൊക്കോളാന്ന് പറഞ്ഞ് അവൾ അങ്ങ് പോകുമ്പോ യുകി അപ്പോഴും അവളെ അങ്ങനെ വിടാൻ തയ്യാറായിരുന്നില്ല. ഡയറി തിരിച്ചു കൊടുക്കാൻ നോക്കുന്നവൻ ഈ ഡയറിയിൽ എഴുതുന്ന വരികളിലൂടെ നീ എന്നെ മറക്കാതെ ഓർത്തുകൊണ്ടേയിരിക്കും. ഇൻ കേസ് എന്തെങ്കിലും കാരണം കൊണ്ട് നീ എന്നെ മറന്നാൽ തന്നെ എനിക്കത് വിഷയമാവില്ല, സങ്കടം ഒന്നും ഇല്ലാതെ ഞാൻ ആ സിറ്റുവേഷൻ അക്സെപ്റ്റ് ചെയ്ത് മൂവ് ഓൺ ചെയ്തോളാം, പ്ലീസ് എന്നെ ഫ്രണ്ട് ആക്കോ, ഈ ഡയറി എഴുതോ എന്നൊക്കെ അവൻ ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുമ്പോ അപ്പോഴും അവൾ അത് കേൾക്കാതെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ മാനിച്ച് അവിടെ നിന്ന് പോകുന്നു. പക്ഷെ അന്ന് വൈകിട്ട് മഴ പെയ്യുന്ന സമയത്ത് കുടയില്ലാതെ അവൾ അങ്ങനെ വീട്ടിലേക്ക് പോകാൻ പറ്റാതെ നിൽക്കുന്ന ടീം തന്റെ കൂടെ അവൾക്ക് കൊടുക്കാനായി പോകുന്ന യുകി ആ കൂട്ടത്തിൽ ഡയറിയും നിർബന്ധിച്ചു കൊടുക്കുന്നു. അന്ന് ആ ഡയറി വാങ്ങി വീട്ടിലേക്ക് എത്തുന്ന അവൾ അത് വായിക്കുമ്പോൾ അതിൽ അവൾക്ക് വായിക്കാനായി ഒരുപാട് കാര്യങ്ങൾ യുകി എഴുതിയിട്ടുണ്ടായിരുന്നു. അവളുടെ ഓർമ്മകളിൽ ഇല്ലാത്ത അവൻ ആദ്യമായി ലൈബ്രറിയിൽ വെച്ച് കണ്ടുമുട്ടിയ ആ ഒരു കാര്യവും പിന്നീട് ട്രെയിനിൽ വെച്ച് കണ്ട കാര്യവും അങ്ങനെ രസകരമായി പലതും എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ച് വളരെ ഹാപ്പി ആവുന്ന അവൾ അടുത്ത ദിവസം അവൻ ആ ഡയറി തിരിച്ചു കൊടുക്കുമ്പോഴേക്കും അവന് വായിക്കാനായി അവളുടെ കാര്യങ്ങളും എഴുതിയിട്ടുണ്ടായിരുന്നു. അവൾ ആ ഡയറി ഇപ്പോൾ എഴുതി തിരിച്ചു കൊടുത്തതിൽ നിന്ന് തന്നെ അവൾ ഇനി ഈ ഡയറി കൈമാറ്റം ചെയ്യാനായി സമ്മതമാണ് എന്നത് അവന് വ്യക്തമാകുമ്പോൾ അവനും ഹാപ്പി ആകുന്നു. കൂട്ടത്തിൽ അവനെ മനസ്സിലാവാതെ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും മാറ്റി നിർത്തിയതിന് മാപ്പ് പറയുന്നവൾ അവളുടെ ഫ്രണ്ട് ആവാനായി അവൻ നടത്തിയ കണക്ക് ഒരു ശ്രമവും നടത്തിയ മറ്റാരെയും അവൾക്ക് അറിയില്ല എന്നും കുറിക്കുന്നുണ്ട്. അതായത് അവളുടെ ഫ്രണ്ട് ആവാനായി അവൻ എടുക്കുന്ന എഫേർട്ടിന്റെ ആഴം അവൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് സാരം. അങ്ങനെ ഡയറി കൈമാറ്റം തുടർന്നുകൊണ്ടേപോയി. അപ്പോഴേക്കും അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ആയിട്ടുണ്ടായിരുന്നു. യുകിയോട് മാത്രമല്ല യുകിയുടെ സുഹൃത്തുക്കളോടും നല്ല രീതിയിൽ തന്നെ മിയ കണക്റ്റഡ് ആയിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം സമ്മർ ഫെസ്റ്റ് നടക്കുന്ന ടീം അത് കാണാൻ പോകാനായി യുകി തന്റെ ഫ്രണ്ട്സിന്റെ കൂടെ മിയം ക്ഷണിക്കുമ്പോൾ അവൾ അതിന് ചെല്ലാൻ തയ്യാറാവുന്നു. അത് അവൻ പ്രതീക്ഷയില്ലാതെ ചോദിച്ചതാണ്. സമ്മതിച്ചപ്പോ ഒരുപാട് ഹാപ്പി ആവുന്നവൻ അങ്ങനെ അവര് സംസാരിച്ച് നടന്നു പോകുന്ന സമയത്താണ് ഒരു പയ്യൻ മിയെ തന്നെ നോക്കി നിൽക്കുന്നത് നമുക്ക് കാണാം. ആ പയ്യന്റെ പേര് കൂജോ എന്നാണ്. കൂജോ ഈ സ്കൂളിലേക്ക് ഇപ്പോ പുതുതായി ട്രാൻസ്ഫർ ആയി വന്നതാണ്. അവൻ മിയ അറിയാവുന്ന ഭാവത്തിൽ നോക്കുമ്പോൾ അവൾക്ക് അറിയാത്തത് കൊണ്ട് അവൾ മൈൻഡ് ആക്കാതെ പോകുന്നു. അങ്ങനെ അന്ന് ഈവനിങ് സമ്മർ ഫെസ്റ്റ് അറ്റൻഡ് ചെയ്യാനായി എല്ലാവരും അവരുടെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ധരിച്ച് ആ സ്ഥലത്ത് നിൽക്കുന്ന ടീമാണ്. കൂജയുടെ കൂടെ മായു വരുന്നത്. രണ്ടുപേരും അവിടെ വെച്ച് മിയെ കാണുന്നു. മായു സംസാരിക്കാൻ നോക്കുമ്പോൾ മിയ പരിചയമില്ലാത്തത് കൊണ്ട് മാറിപ്പോവാൻ നോക്കുന്നുണ്ട്. ഈ സമയം കൂജോ മിയെ തടഞ്ഞു നിർത്തി തേപ്പുകാരി എന്ന് അവളെ സംബോധന ചെയ്യുമ്പോൾ മിയയ്ക്ക് ഭയങ്കര ഷോക്ക്. അവൾ എന്താ ഈ പറയുന്നത് എന്ന് ചിന്തിക്കുമ്പോഴേക്കും എന്തൊക്കെയോ ഫ്ലാഷ് ബാക്കുകൾ മിന്നി മറഞ്ഞു പോകുന്നുണ്ട്. അത് വല്ലാതെ സ്ട്രെയിൻ ആവുന്ന അവൾ തല കറങ്ങി അവിടെ വീണാണ്. അവളിലേക്ക് പഴയ മെമ്മറീസ് തിരിച്ച് വന്നാൽ അത് ഹെൽത്തിനെ ബാധിക്കുമെന്ന രീതിയിൽ ഡോക്ടർ പറഞ്ഞതും മറ്റുള്ളവരുമായുള്ള സമ്പർക്കം അങ്ങനെ പഴയ കാര്യങ്ങൾ അവളിൽ ഇതുപോലെ ഓർമ്മകളായി വന്നു പോയാൽ
അവൾക്ക് ആപത്ത് സംഭവിക്കുമോ എന്ന് അമ്മ ഭയപ്പെട്ടിരുന്നതും. അങ്ങനെ എന്തെങ്കിലും തലകറിഞ്ഞ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ അവൾക്ക് ബോധം വരുമ്പോൾ യൂക്കിയാണ് ആദ്യം കാണുന്നത്. പക്ഷെ അവനെ അപ്പോൾ അവൾക്ക് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതവനെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുന്നു. അവൻ പതിയെ മുറിക്ക് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന മിയയുടെ അച്ഛൻ അവനോട് സംസാരിക്കുന്നു. അവൻ അവളെ വളരെ കെയറോടുകൂടി നോക്കുന്നതിന് ഒരുപാട് നന്ദി പറയുന്ന അച്ഛൻ, പക്ഷെ ഇതുപോലത്തെ പല ഇൻസിഡൻസും ഇങ്ങനെ സമ്പർക്കം മൂലം അവൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നും അത് അവളെ ദോഷകരമായി ബാധിച്ചാലോ, അതുകൊണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ തനിക്ക് മിയോടുള്ളത് വളരെ പ്യുവറായ ഇഷ്ടമാണെന്നും ഒരിക്കലും അവളുടെ ഒരു ചീത്ത കാര്യത്തിനു വേണ്ടി അല്ല എന്നും പറയുന്നവൻ അവളായി തന്നെ പൂർണ്ണ മനസ്സോടെ ഇത് അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ അവൾക്ക് ശരിയാവില്ല എന്ന് പറയുന്നത് വരെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്റെ ഉള്ളിൽ കാണുമെന്നും തീർത്തു പറയുന്നു. അതിന്റെ ഭാഗമായി വീണ്ടും അവൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്നു കഴിയുമ്പോൾ കാണാനായി പോകുന്നുണ്ട്. ആദ്യം അവന്റെ കാര്യത്തിൽ ഒരു ഇഷ്ടക്കേടുണ്ടായിരുന്ന അമ്മ പക്ഷെ അവൻ തന്റെ മകൾക്ക് നല്ലൊരു ഫ്രണ്ടാണ്, സപ്പോർട്ടറാണ് എന്ന് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ അവനെ കാണാനായി അനുവാദം കൊടുക്കുന്നു. അങ്ങനെ കാണുന്ന ടീം ആ ഡയറി അവൻ അവൾക്ക് കൈമാറുന്നു. അങ്ങനെ അത് വായിക്കുന്ന അവൻ തന്റെ നല്ല സുഹൃത്താണെന്ന് വീണ്ടും ഓർത്തെടുക്കുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും അവർ തമ്മിലുള്ള ബോണ്ടിങ് തുടരുന്നുണ്ട്. ഈ സമയത്തെല്ലാം കൂജോ മിയെ കാണുമ്പോൾ വളരെ കലിപ്പില് നോക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഒരു ദിവസം സ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുന്നതിന്റെ ഭാഗമായി ലേറ്റ് നൈറ്റ് അതിന്റെ കാര്യങ്ങൾക്കൊക്കെ ഇവരൊക്കെ സ്കൂളിൽ സ്റ്റേ ബാക്ക് ചെയ്യുന്നുണ്ട്. മിയ അപ്പോഴേക്കും യൂക്കിയോട് അവന്റെ ഫ്രണ്ട്ഷിപ്പ് അവൾക്ക് എത്രത്തോളം വലുതാണ് എന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കുന്നു. കാരണം അവൾക്ക് ഓർമ്മയിൽ നിന്ന് മാഞ്ഞുപോയ പലതും ഇതുപോലെ ഡയറിയിൽ എഴുതി എഫേർട്ട് എടുത്ത് ഓർമ്മിപ്പിച്ച അവനെ പോലെ ആരും അവളെ കെയർ ചെയ്തിട്ടില്ല എന്ന് അവൾക്കറിയാം. അങ്ങനെ സംസാരിച്ച് അവൻ ഫ്രണ്ട് വന്ന് വിളിക്കുമ്പോൾ അങ്ങോട്ടേക്ക് മാറുന്ന ഗ്യാപ്പിന് കൂജോ മിയെ കാണുന്നു. അവളെ കാണുമ്പോൾ തന്നെ ദേഷ്യത്തില് വീണ്ടും അവൻ തേപ്പുകാരി എന്ന് സംബോധന ചെയ്യുമ്പോൾ അവൾക്ക് ആകെപ്പാടെ ടെൻഷനായി അവൾ തലയിൽ കൈവച്ച് താഴേക്കിരിക്കുന്നു. അവളുടെ ഈ രോഗാവസ്ഥയെ പറ്റിയൊന്നും കൂജോയ്ക്ക് അറിയാത്തതുകൊണ്ട് അവൻ എന്ത് പറ്റിയെന്ന് ചോദിച്ച് അടുത്തേക്ക് വരുമ്പോഴേക്കും യൂക്കി അത് കണ്ട് വരികയും കൂജോയെ പറഞ്ഞുവിട്ട് മിയെ നോക്കുകയും ചെയ്യുന്നു. അവൾ ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് പറയുമ്പോഴാണ് അവന് സമാധാനമാകുന്നത്. അങ്ങനെ അടുത്ത ദിവസം ഇവരുടെ സ്കൂളിലെ ഫെസ്റ്റ് ആരംഭിക്കുമ്പോൾ പുറത്തുള്ളവർക്കും ഫെസ്റ്റ് കാണാനായി അകത്തേക്ക് വരാം. ആ കൂട്ടത്തിൽ മായു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ച് മായും കൂജോയും മിയെ കണ്ട് എന്തിനാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നറിയാനായി സംസാരിക്കാൻ പോകുമ്പോഴാണ് യൂക്കിക്ക് ഇവർ രണ്ടുപേരും ഇവളുടെ കൂടെ മുന്നത്തെ സ്കൂളിൽ പഠിച്ച കുട്ടികളാണെന്നും എന്തോ ഒരു ഫ്ലാഷ് ബാക്ക് ഇവർക്കിടയിൽ ഉണ്ട് എന്നതും മനസ്സിലാവുന്നത്. തുടർന്ന് 4 പേരും സംസാരിക്കുന്ന ടീം കുജോയും മിയയും മായുവും ഒന്നിച്ചൊരു സ്കൂളിൽ പഠിച്ചവരായിരുന്നു. പക്ഷെ ആ ഒരു സമയത്ത് വീട്ടിലെ ചില കാര്യങ്ങൾ മൂലം ടോക്കിയോയിലേക്ക് ട്രാൻസ്ഫർ ആയി പോകേണ്ടി വന്നിരുന്ന കുജോ പോകുന്നതിന് മുന്നേ അവന്റെ ഉള്ളിൽ മിയോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞിരുന്നു. അവൾക്കും അവനോട് ഇഷ്ടമായിരുന്നെങ്കിൽ പോലും ആ ഒരു ഇഷ്ടം അവൾ അന്ന് അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. കാരണം അവളുടെ ബെസ്റ്റ് ഫ്രണ്ടായ മായുവിന് കുജോയെ ഇഷ്ടമായിരുന്നു എന്ന് മിയയ്ക്ക് അറിയാമായിരുന്നു. ഇതേസമയം കുജോ മിയയോട് ഇഷ്ടം തുറന്ന് പറയുന്നത് കേട്ടിരുന്ന ചില പെൺകുട്ടികൾ അത് മായുവിനെ അറിയിക്കുന്നു. മായു കൂടെ നിന്ന് തന്നെ ചതിച്ച കൂട്ടുകാരിയായിട്ടാണ് പിന്നീട് മിയയെ കണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ അവളെ വഴക്കിട്ട് വായിൽ വന്നതൊക്കെ പറഞ്ഞ് അപമാനിച്ചിരുന്നു. ആ സങ്കടത്തിൽ അന്ന് മായുവിനെ കണ്ട് മടങ്ങുന്ന സമയത്താണ് മിയയ്ക്ക് ആക്സിഡന്റ് സംഭവിച്ചതും അവളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടതും. താൻ പ്രണയം പ്രപ്പോസ് ചെയ്തിട്ടും താൻ മറുപടിക്കായി തിരികെ പോകുന്നതിന് മുന്നേ കാത്തിരിക്കുമെന്ന് പറഞ്ഞിട്ടും തന്റെ മുന്നിൽ വരാതെ തന്നെ തേച്ച ഒരു പെൺകുട്ടിയായിട്ടാണ് മിയയെ കൂജോ ആ ഒരു സംഭവത്തിന് ശേഷം കണ്ടിരുന്നത്. കാരണം അവൾക്കും തന്നോട് ഒരു താല്പര്യമുണ്ടെന്ന് അവളുടെ പ്രവൃത്തികളിൽ നിന്ന് തോന്നിയത് കൊണ്ടാണ് അവൻ ധൈര്യത്തിൽ അവളെ പ്രപ്പോസ് ചെയ്തത്. ഇപ്പോഴാണ് പക്ഷെ ഇങ്ങനൊരു ആക്സിഡന്റും അതിനുശേഷം ഇങ്ങനെ അസുഖവും അവൾക്കായി എന്നത് അവൻ അറിയുന്നത്. മായു കാരണമാണ് ഇങ്ങനൊക്കെ സംഭവിച്ചത് എന്ന ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകാനായി കുജോ മായുവിനോട് പറയുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞും മനസ്സിലാക്കി കഴിഞ്ഞും ആകെ ടെൻഷനായി നിന്നിരുന്ന മിയെ ചേർത്ത് നിർത്തി അവളുടെ അടുത്ത് അപ്പോഴും യൂക്കി നിൽപ്പുണ്ടായിരുന്നു. എന്തായാലും ഇത്രയും കാര്യങ്ങൾ സംഭവിച്ച ശേഷം കുജോയെ താൻ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു എന്ന രീതിയിൽ യൂക്കി സംസാരിക്കുമ്പോൾ അവളുടെ ഓർമ്മകളിൽ അപ്പോ കുജോ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് യൂക്കിക്ക് തോന്നുന്നുണ്ട്. അവന് വല്ലാതെ സങ്കടം വരുന്നു. കാരണം ഓർമ്മകൾ നഷ്ടപ്പെടുന്നതിന് മുന്നേയും പൊതുവെ നഷ്ടപ്പെട്ട് വീണ്ടും ഓരോന്നായി അവളുടെ ഓർമ്മയിലേക്ക് മടങ്ങി വരുന്ന ഈ ഒരു സമയത്തും അവൾ അവനെ പ്രണയിക്കുന്നുവെങ്കിൽ തീർച്ചയായും തനിക്ക് അവർക്കിടയിൽ ഒരു സ്ഥാനവുമില്ല, അവളുടെ മനസ്സിൽ ഇനി തനിക്കൊരു ഇടമില്ല എന്ന ആ ഒരു തോന്നൽ കൊണ്ടാണ് അവൻ ഇത്രയേറെ സങ്കടം വരുന്നത്. പക്ഷെ അപ്പോഴും അവളുടെ ഇഷ്ടം നന്നായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് കരുതി അവൻ മാറി നിൽക്കാനായി തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ അവളുടെ ഓർമ്മകളിൽ അവനെ കുറിച്ച് വെച്ചിരുന്ന ആ ഒരു ഡയറിയും നശിപ്പിച്ചു കളയുന്നു. അവനെ ഓർക്കാനായി ഇപ്പൊ ഒരു ഇടയില്ലാതെ അടുത്ത ആഴ്ച ആകുമ്പോഴേക്കും മിയ യൂക്കിയെ മറക്കുന്നു. പക്ഷെ അവളുടെ ഓർമ്മയിൽ എപ്പോഴും അവളുടെ പേരൻസ് ഉണ്ടല്ലോ, അതേ കണക്ക് ഇപ്പോ കുജോയും അവളുടെ ഓർമ്മയിൽ ഓരോ ആഴ്ച കഴിയുമ്പോഴും മറന്നു പോവാതെ നിലനിൽക്കുന്നു എന്നത് അവൻ കണ്ട് മനസ്സിലാക്കിയിരുന്നു. അതൊക്കെ കാണുമ്പോൾ സങ്കടം വരുന്നുണ്ടെങ്കിലും അവളുടെ അടുത്തേക്ക് ചെന്ന് അവൻ ആരായിരുന്നു, അവൾക്ക് എന്തായിരുന്നു എന്നത് ഓർമ്മിപ്പിക്കാനായി അവൻ മുതിർന്നില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോകുന്നു. ഇവരുടെ പഠനം അവസാനിച്ച് സ്കൂൾ ജീവിതത്തോട് വിട പറയേണ്ട ഗ്രാജുവേഷൻ ടൈം ആവുന്നു. അപ്പോൾ എല്ലാവരും ഓട്ടോഗ്രാഫ് കൈമാറുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അങ്ങനെ ഇവരും ഓട്ടോഗ്രാഫുകൾ എഴുതി കൈമാറുന്നുണ്ട്. കാഷ്വലായ ഒരു കാര്യമാണ് മിയ യൂക്കിക്ക് എഴുതി കൊടുത്തതെങ്കിൽ അവളുടെ മുഖത്തെ ഈ ചിരി അവനെ സന്തോഷിപ്പിക്കുന്നു. എന്നും അത് അങ്ങനെ ഉണ്ടാവട്ടെ എന്നാണ് അവൻ എഴുതി കൊടുത്തിരുന്നത്. ഇവനെന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നതെന്ന് അവൾക്കൊരു ഡൗട്ട് തോന്നുന്നുണ്ട് പിന്നീട് അത് വായിക്കുമ്പോൾ. കാരണം
ജസ്റ്റ് ഒരു ക്ലാസ്മേറ്റ്സ് എഴുതി കൊടുക്കുന്ന കണക്കല്ലല്ലോ അത് എഴുതിയിരിക്കുന്നത്. കൂടാതെ അവളെ ലൈബ്രറിയിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. അവൾ എടുത്ത ഒരു ബുക്ക് റിട്ടേൺ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാണ് വിളിപ്പിക്കുന്നതെങ്കിലും അങ്ങനെ ഒരു ബുക്ക് എടുത്തതായി അവളുടെ ഓർമ്മയിലുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ആ ഒരു ബുക്ക് ഒരു ജൂനിയർ പയ്യന്റെ കയ്യിൽ യൂക്കി ലൈബ്രറിയിലേക്ക് കൊടുത്തു വിടുന്നത്. ആക്ച്വലി ഈ ബുക്ക് നേരത്തെ യൂക്കി ആ പയ്യനെ ലൈബ്രറിയിൽ കൊടുക്കാനായി ഏൽപ്പിച്ചതായിരുന്നു. ആ പയ്യൻ അത് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ബുക്ക് കാണുന്ന മീ അത് തുറന്നു നോക്കുമ്പോൾ അതിന്റെ ഓരോ പേജിലും കോർണറുകളിലായി പല ചിത്രങ്ങളും വരച്ചത് അവൾ കാണുന്നുണ്ട്. അതെല്ലാം കണക്ട് ചെയ്യുമ്പോൾ ഇവളുടെ ലൈഫിൽ നടന്ന പല മെമ്മറീസും അവൾക്ക് മിന്നി മറയുന്നു. അതായത് ആദ്യമായി അവളെ കണ്ടത് മുതലുള്ള പല കാര്യങ്ങളും അവൻ ഈ ഫ്ലിപ്പ് ബുക്കിൽ വരച്ചിരിക്കുന്ന കണക്ക് വരച്ചു വെച്ചിരിക്കുകയാണ്. അത് നോക്കുന്ന അവൾക്കെല്ലാം ആ മെമ്മറീസ് വരുന്നു. വേഗം തന്നെ അവൾ നിറഞ്ഞ കണ്ണുകളോടുകൂടി കുജോയുടെ അടുത്ത് നിന്ന് യുകെയെ ലക്ഷ്യമാക്കി ഓടുന്നു. കുജോ അവളുടെ മെമ്മറിയിൽ മുന്നേയും ഇന്നും ഉണ്ടെങ്കിൽ പോലും അവൾക്ക് ഓർമ്മകളില്ലാത്ത വളരെ ടഫായിരുന്ന ആ ഒരു സമയത്തിൽ അവളെ ചേർത്ത് പിടിച്ചിരുന്ന യുകെയാണ് അവൾ ഇപ്പോ ഇതൊക്കെ കാണുന്നതിലൂടെ ഓർത്തെടുക്കുന്നത്. വേഗം അവനെ അന്വേഷിച്ച് ഓടി നടന്നു കൊടുക്കും. റൂഫ് ടോപ്പിൽ എത്തുന്ന അവൾ അവനെ കാണുന്നു. ഉറക്കെ അവൾ അവന്റെ പേര് വിളിക്കുമ്പോൾ എന്നെ അവൾക്ക് ഓർമ്മയുണ്ടോ എന്ന അമ്പരപ്പിൽ അവൻ ഓടി അടുത്ത് ചെല്ലുമ്പോൾ അവനുമായുള്ള കാര്യങ്ങൾ അത്രയ്ക്കങ്ങ് കൃത്യമായി ഓർമ്മകളില്ലെങ്കിലും ഉള്ള ആ ഒരു കുഞ്ഞു ഓർമ്മകളിലും മനസ്സിലാക്കിയ കാര്യങ്ങളിലും അവനുമായുള്ള സൗഹൃദം തനിക്ക് വേണമെന്ന് അവൾ ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തിൽ ഇതിനാണ് താൻ ഇത്രയും കഷ്ടപ്പെട്ടത് എന്ന ആ ഒരു തിരിച്ചറിവില് അവനും അവളുടെ സുഹൃത്താവാനായി സമ്മതം അറിയിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.